മസ്കത്ത് കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സ്ഥാപനത്തിലെ 100-ൽ പരം കുട്ടികളും അവരുടെ കുടുംബങ്ങളും സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുമാണ് പങ്കെടുത്തത്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് അംഗവും ബദറൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് എംഡിയുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പള വിശിഷ്ടാതിഥിയായി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ്, ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളുടെ കലാപ്രകടനങ്ങളെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്യർ ഏറ്റെടുത്തത്. തങ്ങളുടെ ലോകത്ത് മറ്റുള്ളവരും കുറച്ചു സമയം ചിലവഴിച്ചതിന്റെ സന്തോഷമായിരുന്നു കുട്ടികൾക്ക്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇഫ്താർ വിരുന്നിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അബ്ദുൽ ലത്തീഫ് ഉപ്പള പറഞ്ഞു. ഇതൊരു സ്പെഷ്യലാണ്. മനസ്സിന് സന്തോഷത്തോടു കൂടി നമ്മൾക്ക് ഇവിടെ ഇഫ്താറിൽ പങ്കെടുക്കാനും ഹോസ്റ്റ് ചെയ്യാനും പറ്റുന്ന ആ ഒരു അനുഭൂതി ശരിക്കും ആ കുട്ടികളെ കൂടെ നിൽക്കുമ്പോഴേ മനസ്സിലാവും. കുട്ടികൾക്കുള്ളൊരു മോട്ടിവേഷനാണ്, അവർക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇഫ്താറിനെ കാണുന്നത്. വെറും ഒരു ഭക്ഷണം കഴിച്ച് പിരിയലല്ല, ഒരു സ്നേഹസംഗമമാണ് ഇവിടെ നടന്നത്. ഇത് മാതൃകയാക്കാവുന്ന പരിപാടിയാണെന്ന് CSE ഇൻചാർജ് ഡിംപിൾ മാത്യുവും വിശദമാക്കി. കുട്ടികൾക്ക് ഇങ്ങനത്തെ വിരുന്നുകൾക്ക് വരാനും ആളുകളുമായിട്ട് ഇടപെടാനും ഒക്കെയുള്ള അവസരത്തിലൂടെ അവർക്ക് സമൂഹത്തിൽ ഒരു ഇൻക്ലൂഷൻ പോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഇൻക്ലൂഷന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അതൊരു എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ സമൂഹത്തിൽ ഒരുക്കി കൊടുക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾ കരവിരുതിൽ തീർത്ത സമ്മാനങ്ങൾ അതിഥികൾക്ക് കൈമാറി. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് അതിഥികളും മടങ്ങിയത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.